Hello guys, welcome to my YouTube channel. It's me Weeks here. So, again, ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ, ഫസ്റ്റ് വ്ളോഗ്. അപ്പോൾ ഇതാരൊക്കെ കാണുന്നതെന്ന് എനിക്കറിയില്ല, എന്നാലും ഫസ്റ്റ് വ്ളോഗ് എൻ്റെ ബർത്ത്ഡേ തന്നെ ആയിക്കോട്ടെ. ഇറ്റ്സ് മൈ ബർത്ത്ഡേ ടുഡേ, May 6, 2024. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. യാ, അപ്പോൾ നമ്മൾ ബർത്ത്ഡേ പരിപാടികൾക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അശ്വതി, ഞങ്ങൾ 14 കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പ്. അത് നമുക്ക് വേറെ വ്ളോഗ് ഉണ്ടാക്കാം. യെസ്. അപ്പോൾ ആദ്യമായിട്ട് വ്ളോഗ് എടുക്കണതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മൾ നെക്സ്റ്റ് ടൈം മൈക്കൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. യാ, സോ നമുക്ക് ബർത്ത്ഡേ പരിപാടികൾക്ക് പോകാം. അവള് തന്നെ സ്പെഷ്യൽ സംഭവങ്ങൾ കൊണ്ടുവരും. അപ്പൊ അശ്വതി പറയൂ, എന്റെ യൂട്യൂബ് ഫസ്റ്റ് വീഡിയോയിലേക്ക് എന്റെ എല്ലാ ആശംസകളും. ഓക്കെ ഗൈസ്, എന്റെ ഇൻസ്റ്റാഗ്രാം ഇറ്റ്സ് മീ ബേക്സ് പോയി ഫോളോ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാം പോയി. ഞാൻ ഇതിനകത്ത് വേണ്ട വേണ്ട പറഞ്ഞു ഷാമില്. അപ്പൊ എന്തായി? ഫുഡ് കഴിക്കുന്നു ഗൈസ്. ഫുഡ് ഇത് നിന്റെ പീസല്ലേ? എല്ലാം കൂടെ എനിക്ക് ഇട്ടരല്ലേ? ഓൾറെഡി 2 പീസ് അങ്ങനത്തെ ഇട്ടിരിക്കണ്. നമ്മളെ എല്ലില്ലാത്ത പീസാണ്, ഇവിടെ എല്ലുള്ള പീസ്. ഹായ് ഗൈസ്, നമുക്ക് ഇപ്പൊ 2-3 ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് എന്റെ 2 അന്തക്കളർ ഫ്രണ്ട്സിനോട് അത് തോന്നാ പോഴും പറയും. അപ്പൊ നമ്മള് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യണം. സോ നമുക്ക് ഫസ്റ്റ് നമ്മൾ അശ്വതിയുടെ ഗിഫ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യാം. സോ അശ്വതിയുടെ ഗിഫ്റ്റ് ഇങ്ങനെ ചെയ്യണോടി. അശ്വതി ബോക്സിംഗ് ഒക്കെ നല്ല ഇഷ്ടമായി. ഐ മീൻ ഈ കവറിങ് നല്ല രസമുണ്ട്. ബെസ്റ്റ് വിഷസ് ഫോർ യു ഒക്കെ ഉണ്ട്. നമുക്ക് യോ മാൻ, എന്റെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കിറ്റ്കാറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഒരു ഫോട്ടോ നാളെ സെപ്പറേറ്റ് ആയി ഒട്ടിച്ചിരിക്കുക. ഓക്കെ, സോ നമുക്ക് ഇതിലൊരു റിംഗ് ആൽബം ഉണ്ട്. സീനുണ്ടല്ലേ? നമുക്ക് റിംഗ് ആൽബം നോക്കാം. പക്ഷേ എന്റെ ജിമ്മത്തെ ഫോട്ടോ. ഓക്കെ, that photo is my favorite. പിന്നെ ഒരു സുന്ദരിയായി ഞാനും, പിന്നെ ഏതോ ഒരു അന്തക്കടും. ഓക്കെ, ഇത് ഞങ്ങൾ കോയമ്പത്തൂര് പോയ ഫോട്ടോ ആണ്. പിന്നെ ഇത് ബുദ്ധിയില്ല പ്രായത്തിൽ, അല്ലെങ്കിൽ ഇപ്പോഴും ബുദ്ധിയില്ല. ഒരു സ്കൂളിൽ സ്പോർട്സ് ഇറക്കുമ്പോ നമ്മൾ ഒരു സിപ്പപ്പും 2 പേരും. യെസ്, ദിസ് ഫോട്ടോ എന്റെ ബർത്ത്ഡേക്ക് ഇപ്പൊ മൊത്തത്തിൽ എല്ലാവരും ഇട്ടിട്ടുള്ള ഫോട്ടോ ആണ്. ഫേവറേറ്റ് ഫോട്ടോ, ഗുഡ് ഡ്രസ്. ഇത് പിന്നെ ഞങ്ങളുടെ വലിയ കൂടെ നേർച്ചക്കെടുത്ത ഫോട്ടോ ആയിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട് ഫോട്ടോ. പിന്നെ നിങ്ങൾ ട്രിപ്പ് പോയപ്പെടുത്ത ഫോട്ടോ
ലൈക്ക് ട്രിപ്പിൽ കുറെ ഫോട്ടോ എടുത്തിട്ട് ഇതും വലിയ സുഖമില്ല, എന്നാലും ഇത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തൊരു ഫോട്ടോ ആണ്. കാരണം ഞങ്ങൾക്ക് ഐഫോൺ ഉണ്ടായിരുന്നില്ല ഞങ്ങളെ കയ്യിൽ, രണ്ടുപേരുടെ കയ്യിലും. ഇത് ഞങ്ങൾ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വാങ്ങിയിട്ടാണ്, ഹയയുടെ നിന്ന് വാങ്ങി സെറ്റ് ചെയ്തതാണ്. പിന്നെ ദിസ് ഫോട്ടോ സോ ഗുഡ്. ഇത് അമ്നാവുന്റെ ഇതിമെടുത്തലാണ് സംഭവം. ഈ ഫോട്ടോ ആണ് സ്ക്രീൻഷോട്ട് എടുത്താണെന്ന് തോന്നുന്നുണ്ട്, കാരണം അടിയിൽ മൈസൂർ എന്നുള്ള അവിടെ ഉണ്ട്. നമ്മള് മൈസൂര് പോയി ഓക്കെ. ഇത് നമ്മൾ കോയമ്പത്തൂർ പോയിട്ട് എടുത്ത ആ ഒരു ഫോട്ടോ ആണ്. ദിസ് വൺ ലുക്ക് സോ ഗുഡ്. അപ്പൊ ഇതിപ്പോ ഞാൻ എവിടെ വെക്കുന്ന എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഇവിടെ കവർ ഫോട്ടോ ഞാൻ പിൻട്രസ്റ്റ് ചെയ്ത് സെലക്ട് ചെയ്തെടുത്താണ്, അത് കാണിച്ചു കൊടുക്കും. സോ ഞാൻ കുറച്ചായിട്ട് എന്റെ റൂമില് മതിലുമേലൊക്കെ പോളറൈറ്റ് ഫോട്ടോസ് വെക്കണം എന്ന് വിചാരിക്കണ്ടായിരുന്നു. മേ ബി ഐ വിൽ ഡു ദിസ് വൺ ലേറ്റർ. സോ ഷെയ്മയുടെ ഗിഫ്റ്റ് ആണ്. സോ ഷെയ്മനെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നില്ല, ആള് അൽ ഇമാനി ആണ്. അപ്പൊ ആളുടെ വോയിസ് മാത്രം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഡ്രസ്സാണെന്ന് തോന്നുന്നു. ഓക്കെ, ഡോൾസി ന്യൂ ഫാഷൻ ഫോർ കിഡ്സ്. ഫോർ കിഡ്സ് ഡ്യൂഡ്, കിഡ്സ്. എനിക്ക് 19 വയസ്സായിരുന്നു, 19 വയസ്സ്. താങ്ക് ഗോഡ് നമ്മൾ അന്ന് ബ്ലാക്ക് എടുക്കാത്തത്. ഓ മൈ ഗോഡ്. ഞാനും അശ്വതി കൂടിയിട്ടാണ് എന്റെ ബർത്ത്ഡേ ഡ്രസ്. യാ, സോ അന്ന് ഈ ബ്ലാക്ക് വേണ്ട, പർദ്ദട്ട പോലെ ആവുന്ന പറഞ്ഞിട്ട് ഞങ്ങളന്ന് മാറ്റി വാങ്ങിയതാണ്. നമ്മളന്ന് എടുത്തില്ല. അപ്പൊ താങ്ക് ഗോഡ് ഇന്ന് നമുക്ക് ബ്ലാക്ക് ഡ്രസ് കണ്ടിട്ടുണ്ടായിരുന്നു. യെസ് ഗായ്സ്, നമുക്ക് ഇതിപ്പോ ഷേപ്പ് ചെയ്തിട്ടില്ല. ഷേപ്പ് ചെയ്ത സ്ഥിതിക്ക് നമുക്കിത് പർദ്ദാക്കി യൂസ് ചെയ്യാം തൽക്കാലത്തിന്. നമുക്ക് അനാർക്കലി ആക്കാം. ഷാളും കൊള്ളാം ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടിയിട്ട് പോട്ടെ. എന്റെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരിയുടെ ഗിഫ്റ്റാണ്, എനിക്കിഷ്ടായി. ഷാനിഫയുടെ ഫ്രണ്ട് നമുക്കൊരു ചെയിൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെയിൻ തന്നെ ആയിരിക്കില്ലേ ഗായ്സ്. അസ്തറ്റിക് ആയിട്ടുണ്ട് ഗൈസ്. ഒരു റിങ്ങും ഉണ്ട്. മൂക്കുത്തിയൊക്കെ യൂസ് ചെയ്യാം. കിരീടം പോലത്തെ മുതിര ഇട്ടില്ലല്ലോ ഗായ്സ്. ഇറ്റ്സ് സിമ്പിൾ ബട്ട് ലുക്ക് സോ ഗുഡ്. ഇനി എന്റെ സിബ്ലിങ്സ് തന്ന, എന്റെ അനിയനും അനിയത്തിനും തന്ന ഗിഫ്റ്റ് ആണ്. ഞാൻ ഓൾറെഡി ഒരു ജേർണല് എഴുതുന്ന കൂട്ടത്തിലാണ് ഓൾറെഡി. യൂണിക്കോൺ. നോ പ്രോബ്ലം ബട്ട് ലുക്സ് ഗുഡ്. ഞാൻ കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ കറിയായി. എന്നെ പോലെ തന്നെ. സുഖായി നല്ല അടിപൊളി ബുക്ക് ആയിട്ടുണ്ട്. അപ്പൊ എനിക്കിനിപ്പോ ഞാൻ പഠിക്കാൻ പോണത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാനിത് ഒന്നും എഴുതൂല, നോക്കിക്കോ. ഇത് ഞാനിങ്ങനെ ഭംഗിയിലെടുത്ത് വെക്കും. ഓൾറെഡി ഒരു ജേർണൽ ഉണ്ട്. ലൈക് ഞാനും അശ്വതിയും പോയി വാങ്ങിയ ലിറ്റിൽ തിങ്സ് ഇൻ ലൈഫ്. ഇനിയിപ്പോ കുഴപ്പമില്ല, ഞാന് അടിപൊളിയാക്കി ഈ പെന്ന് വെച്ച് ഞാൻ എഴുതുന്നതായിരിക്കും. സോ നമ്മുടെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. അപ്പോ ഇതിന്റെ വേറൊരു ഫ്രണ്ട്, ഒരു പുതിയ ഫ്രണ്ട് എന്നാണ്, റസ്മിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ആള് ഇന്നലെ വന്നാണ്. സോ ഇത് വീഡിയോയിൽ ആഡ് ചെയ്യണമെന്ന് തോന്നി. അപ്പൊ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അശ്വതിനെയും അതുപോലെ ഷെയ്മയെയും നമ്മൾ ബസ് കയറ്റാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇതാ പോണി ഞാൻ വിടുന്നു, കീഴിലിട്ട് നടക്കാൻ പറ്റുന്നില്ലടേ. സോ ഗൈസ്, നമ്മൾ ഷെയ്മയെ ബസ് കയറ്റി വിട്ടു. ഇനിയിപ്പോ അശ്വതിയെ ബസ് കയറ്റാൻ നമ്മൾ അപ്പുറത്തെ സ്റ്റോപ്പിക്ക് പോകണം. ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇപ്പുറത്തെ സൈഡ് എടുക്കാം. ഇവിടെ ആണെങ്കിൽ വൺ വേ ആണ്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഓപ്പോസിറ്റ് നടക്കണം. ഗൈസ്, പാതിരാത്രി ഒരു പൊട്ടം കയറി വന്നിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ ആയിട്ട് വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നല്ല കോലായിപ്പോയി ഗൈസ്. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പാതിരാത്രി ഒരുത്തം കയറി വന്നിരിക്കുന്നു.
നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് എടുത്താൽ മതിയോ വീഡിയോ? ഗായ്സ് സീൻ അല്ലേ? എന്റെ റൂമിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കുത്തി പൊട്ടിക്കുക. യെസ്. സോ ഗായ്സ് നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പോയി. നല്ല വെയിലുണ്ട്. ഞാനൊരു ഡാൻസ് വീഡിയോ എടുക്കാൻ ഇവിടെ വന്നിരിക്കുകയാണ്. സോ ഇഫ് യു ഗാസ് ലൈക്ക് ദ വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അതാണല്ലോ എന്താ. സോ ഡു ഇറ്റ്.